നമസ്തേ. മനോജ്, കീർത്തന, പ്രദീപ്, സനോജ്, കൃഷ്ണപ്രസാദ്, കീർത്തന നമസ്തേ. ഹായ് സജീവ് കുമാർ നമസ്തേ. ശിവപ്രസാദ്, മനു, രാജേഷ്, മണികണ്ഠൻ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു വിഷമമുള്ള ദിവസമായിരുന്നു, പക്ഷേ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ നന്ദുവിന് വലിയ സഹായം കിട്ടി. ഇന്നലെ ഒരു വല്ലാത്ത മൂഡിലായിരുന്നു ഇന്നലെ വൈകിട്ട്, പക്ഷേ ഇന്ന് നന്ദുവിൻ്റെ കുറിപ്പ് വന്നപ്പോൾ അതീവ സന്തോഷം തോന്നി. പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു. എല്ലാവരും നന്ദുവിനെ സഹായിച്ചു. ഞാനും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനും സഹായിച്ചു. അതിന് ഈ ഫേസ്ബുക്കിലെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദുവിന് വേണ്ടി ഞാനും കൂടി നന്ദി പറയുകയാണ്. നന്ദു വളരെ വേഗം സുഖപ്പെട്ട് വരട്ടെ. ഇന്നലെ നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം പൂജനീയ സ്വാമിജി ചിദാനന്ദപുരി സ്വാമിജി ഭംഗിയായി നിർവഹിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ ആഴ്ച രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച എല്ലാവർക്കും അറിയാം, നമ്മുടെ ദുരന്തങ്ങളുടെ ഒരു പേമാരി തന്നെ ഉണ്ടായിരുന്നത്. മൂന്നാറിലെ ദുരന്തം, അതുകൂടാതെ നമ്മുടെ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്, ഇതെല്ലാം ഉള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു റിപ്പോർട്ടിങ്ങോ കാര്യങ്ങളോ ചെയ്യണ്ട എന്ന് തോന്നി. അതുകൊണ്ടാണ് മനഃപൂർവ്വം വരാതിരുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 10-30 ദിവസവും നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും രാമായണ പാരായണം ഉണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. കുവൈറ്റിൽ, ദുബായിൽ, സൗദി അറേബ്യയിൽ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇക്കൊല്ലം രാമായണ മാസം നന്നായിട്ട് ആഘോഷിച്ചു. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളടക്കം ഇപ്രാവശ്യം അതിൽ പങ്കാളികളായി. അവരൊക്കെ രാമായണം വായിച്ചു. അത് കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. അതേപോലെ തന്നെ ചില എംബോക്കികളും രാമായണം, ശബരിമല ശാസ്താവിനെയൊക്കെ തള്ളിപ്പറഞ്ഞ ചില എംബോക്കികളും വന്ന് രാമായണത്തെക്കുറിച്ച് വലിയ കാര്യം പറയുന്നത് കേട്ടു. അതേപോലെ നമ്മുടെ പൂറ്റിമാരുടെ കോണാൻ നോക്കിയ കുറച്ച് ആൾക്കാരും വന്നിട്ട് രാമായണത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായി. എല്ലാവർക്കും തെറ്റുകുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കാലിൽ വീഴുന്ന പലരും പറഞ്ഞപ്പോൾ വിഡിത്തായിരുന്നു. അത് നമ്മൾ കേട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാമായണ മാസം എല്ലാ രാവണന്മാർക്കും പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. സകല രാവണന്മാർക്കും ഭയം എന്ന വികാരം വന്നിട്ടുണ്ട്. അതാണ് ഈ രാമായണ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരിലും ഒരു ഭയമുണ്ട്. ഈശ്വരീയമായ അല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത എല്ലാവരിലും ഈ ഭയം പതിയെ വളരുന്നുമുണ്ട്. അത് വലിയ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കാര്യമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മാധ്യമങ്ങൾ, ജനം TV ഒഴികെ ആരും ഏറ്റെടുക്കാത്ത ഒരു പ്രശ്നം നടന്നു. ബാംഗ്ലൂരിലെ കലാപശ്രമം. അത് ഭംഗിയായിട്ട് അടിച്ചൊതുക്കി, ആവശ്യത്തിന് ആൾക്കാരെ പിടിച്ചകത്തിട്ടു. ശക്തമായ കേസ് മുന്നോട്ട് പോകുന്നു കർണാടക സർക്കാർ. പക്ഷേ ഒരു ചിന്തിക്കേണ്ടുന്ന കാര്യം, എന്താണോ 2 മണിക്കൂർ കൊണ്ട് എന്തിനു വേണ്ടിയാണോ അവിടെ ഒരു കലാപം ഉണ്ടായത്? ഏതോ ഒരു കാർട്ടൂൺ ഇട്ടു. കാർട്ടൂണല്ല, അത് ഞാൻ കണ്ടിരുന്നു. അത് യഥാർത്ഥത്തിൽ ഉള്ള സത്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രവാചകനെ കുറിച്ച് ഹദീസിൽ എഴുതിയ കാര്യങ്ങൾ, 6 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റാണ് എന്നാണ് എൻ്റെ ധാരണ. എന്തായാലും ശരി, അത് കൃഷ്ണനെ കുറിച്ച് വളരെ മോശമായിട്ടിട്ട് ഒരു ഇതിന് പകരമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കൂട്ടർക്ക് എന്തും പറയാം, ആരെയും അവഹേളിക്കാം, ആരെ വേണമെങ്കിലും
നഗ്ന നഗ്നയായിട്ട് വരയ്ക്കാം, കൃഷ്ണനെ വരയ്ക്കാം, സരസ്വതിയെ വരയ്ക്കാം. അങ്ങനെ വരച്ച ഒരാളായിരുന്നു MF ഹുസൈൻ. ഓർമ്മയുണ്ടോ? അവർക്ക് അവാർഡും കൊടുത്തിട്ടുണ്ട്, നമ്മൾ സംരക്ഷണവും അവാർഡും കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൈയാണ് വെട്ടിമാറ്റിയത്. വെറും മുഹമ്മദ് എന്ന പേര് എഴുതിയതിൻ്റെ പേരിൽ കൈ വെട്ടിമാറ്റിയത്. അവരാണ് ആയിരക്കണക്കിന് പേര് ചേർന്നിട്ട് ബാംഗ്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ വണ്ടികൾ കത്തിക്കുന്നതും കലാപത്തിന് ഇറങ്ങുന്നതും. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇതേ ശക്തികൾ ഈ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ട്. ഇതേപോലെ തന്നെ വാളും ദണ്ഡുകളുമായി ഏതു നിമിഷവും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുതന്നെയായിരുന്നു 1921 സംഭവിച്ചത്. നിങ്ങൾ ചിന്തിക്കണം, ബാംഗ്ലൂരിൽ ഈ ആധുനിക കാലത്ത് ഇത്രയും പോലീസ് ഫോഴ്സും തോക്കുകളുമുള്ള സമയത്ത് ഇത്ര പേർ സംഘടിച്ചിറങ്ങി മിനിറ്റുകൾക്കകം എന്തുമാത്രം അവിടെ നാശം നടത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 1921 നിരായുധരായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ നേരെ ആയുധങ്ങളുമായി ചെന്നവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്ന്, തടുത്തു നിർത്താൻ ഒരു പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഈ മലപ്പുറം പ്രദേശത്ത്, അങ്ങ് വള്ളുവനാടും ഏറനാടും പ്രദേശത്ത് ഇതേപോലെ ബാംഗ്ലൂരിലെ പോലെ ഹാലിളകിയ ആയിരക്കണക്കിന് പേർ, മൂവായിരക്കണക്കിന് പേർ ലഹളയുമായി ചെന്നപ്പോൾ ഹൈന്ദവനെ കഷ്ണം കഷ്ണമായി നുറുക്കിയപ്പോൾ, അവന്റെ മൊട്ടയടിച്ചപ്പോൾ, അവന്റെ ലിംഗാഗ്രം ഛേദിച്ചപ്പോൾ തടുത്തു നിൽക്കാൻ ഒരു പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, 1921 നമ്മൾ എടുക്കാൻ പോകുന്ന സിനിമ, ആ സിനിമ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലം ഇന്നും ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പ്രസക്തി. ബാംഗ്ലൂരിലെ കലാപം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 2 ദിവസം മുമ്പ് PDPയുടെ നേതൃത്വത്തിൽ ദേശത്തിനെതിരായിട്ട് ഒരു സംഘം പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ നടത്തിയ ആഹ്വാനം നമ്മൾ കേട്ടു. രാമക്ഷേത്രം വീണ്ടും പൊളിക്കുമെന്നും, ഈ കെട്ടിപ്പൊക്കുന്ന രാമക്ഷേത്രം പൊളിക്കുമെന്നും അവിടെ ഞങ്ങൾ സുജൂദ് ചെയ്യുമെന്നും സ്വപ്നം കാണുന്ന പമ്പര വിഡ്ഢികൾ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ദേശത്തിന്റെ സംസ്കാരത്തെ അവർക്ക് യാതൊരു ഭയവുമില്ല, മര്യാദയില്ല, ആ സംസ്കാരത്തോട് യാതൊരുവിധ കൂറുമില്ല. അവനവന്റെ വിശ്വാസം മാത്രം, മറ്റെല്ലാം രണ്ടാമത്. നമ്മളിങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചിന്തിച്ചപ്പോഴാണ് വ്യക്തമാവുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ബാംഗ്ലൂർ നമുക്ക് പാഠമാണ്, നമ്മുടെ മുന്നിലെ പാഠമാണ്. കാശ്മീരിൽ എന്താ സംഭവിച്ചത്? ഈ SDPIക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. എന്താ പറയുന്നത്? അവിടെ ദിവസവും ബലാത്സംഗം നടക്കുന്നു, മുസ്ലിം യുവതികൾക്ക് വൈധവ്യം വരുന്നു, പാതി വൈധവ്യം, അങ്ങനെ ഒരു വാക്കും കേട്ടു. എന്തായിക്കോട്ടെ, അവിടെ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് കുടിയിറക്കപ്പെട്ടത് ആരാണ് യഥാർത്ഥത്തിൽ? ഏത് സമൂഹമാണ് അവിടുന്ന് പുറത്താക്കപ്പെട്ടത്? അവരുടെ സ്ഥിതി എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. കാശ്മീരിൽ ഇത്രയും കാലം നടത്തിയ ക്രൂരതകൾ, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 എന്ന് ആ സംഗതി എടുത്തു കളഞ്ഞപ്പോ സഹിക്കുന്നില്ല. എനിക്ക് പ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ആദ്യമായിട്ടാണ് കാശ്മീരിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കാശ്മീരിൽ ത്രിവർണ പതാക ഉയരുന്നതും ദേശീയഗാനം കേൾക്കുന്നതും. കഴിഞ്ഞ ആഗസ്റ്റ് 5-നായിരുന്നു. അതേ 5-ന് തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും എന്നുള്ളത് ഒരു വലിയ സമാനതകളുണ്ട് അതിൽ. ഭാരതത്തിന്റെ ആ സ്വാഭിമാനം നിലനിർത്തുന്ന
ദിവസമാണ് ആഗസ്റ്റ് 5. ആ ആഗസ്റ്റ് 5 ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം, രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം. ആ ചിന്ത 1-2 ആഴ്ച മുമ്പ് ഒരു സഖാവ് പറഞ്ഞു, കേരളത്തെ ഇന്ത്യയിൽ നിന്ന് മാറ്റണം. എന്ത് നല്ല സ്വപ്നാണ്, ആലോചിച്ച് നോക്കൂ. ഒരു സഖാവ്, വാസുദേന്ദ്ര ബാബു സഖാവ് പറയുകയാണ്, കേരളം ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് എന്താക്കണം, സുഡാപ്പി സ്റ്റേറ്റ് ആക്കണം, അല്ലേ? ആ മോഹമാണ് 1921 ആരംഭിച്ച മോഹം. 1921 അതിൻ്റെ തുടക്കം കുറിച്ചത് ഇപ്പം മലയാള രാജ്യം എന്നൊക്കെ പറയുന്ന ദൗള, അല്ലേ? നിലമ്പൂർ രാജ്യം, മഞ്ചേരി രാജ്യം, ഇങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. വാര്യംകുന്നത്തിന് അനിയൻ കുന്നത്ത്, വേറൊരു അനിയൻ കുന്നത്ത്, ഇങ്ങനെ വിഭജിച്ചിട്ട് രാജ്യമുണ്ടാക്കിയിരുന്നു 1921. ഇപ്പോഴും ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് ആ മോഹമുണ്ട്, കേരളത്തിനകത്ത് ഒരു മാപ്പിള സ്റ്റേറ്റ്, മാപ്പിള സ്റ്റേറ്റ്, ദൗള രാജ്യം. അതിൻ്റെ തുടക്കം തന്നെയായിരുന്നു അവർ വാര്യംകുന്നൻ അനൗൺസ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു തുടക്കം തന്നെയാണ് കുറിച്ചത്. നമുക്കിടയിൽ, ഭാരതത്തിലെ പൗരന്മാർക്കിടയിൽ ഒരു വിഭാഗം വേറെ നിന്ന് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ വിശ്വാസം അതിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എൻ്റെ തലമുറ കൃത്യമായിട്ട് ഇവിടെ നമസ്കരിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. എൻ്റെ തലമുറയിൽ എൻ്റെ വിഭാഗം ജനങ്ങൾ, എൻ്റെ സമുദായം എല്ലാ 5 നേരവും ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്, കോളാമ്പി വെച്ച് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആരും എതിർത്തിട്ടില്ല. 5 നേരം നമസ്കരിക്കുന്നുണ്ട്, പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്, ആരും എതിർത്തിട്ടില്ല. ജുമാകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരു വിശ്വാസത്തിന് നേരെയും ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ മറ്റാരും കൈകടത്തിയിട്ടുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മതവിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള മതവിശ്വാസം പുലർത്താനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ആരും അതിൻ്റെ മേലെ ഹനിച്ചിട്ടില്ല. അങ്ങനെ ഹനിക്കാതെ ഇരിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരോടും യാതൊരുവിധ തകരാറും കാണിക്കാതെ ഒരുമിച്ച് പോന്നു. അങ്ങനെ ഒരുമിച്ച് പോയെടുത്താണ് ആർട്ടിക്കിൾ 370 വെച്ചിട്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ. അതെങ്ങനെയാണ് ഒരു രാജ്യത്തിന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാവുക? ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം ഉണ്ടാവുക എങ്ങനെയാണ്? ആ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അവിടുത്തെ മുസ്ലിങ്ങൾ ഇത് അംഗീകരിച്ചിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 5 മുമ്പ് അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? കാശ്മീരിലെ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, സ്കൂളുകൾ കത്തിക്കുകയായിരുന്നില്ല സ്ഥിരം. സമാധാനപരമായി ഒരു ദിവസം അവിടുത്തെ ജനത കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഇന്ന് ആ 56 നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി വന്നതിന് ശേഷം കാശ്മീരിലെ ജനങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നു. കാശ്മീരിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അവർ ജീവിതം എന്തെന്ന് ആസ്വദിക്കുന്നു, സ്വാതന്ത്ര്യം എന്തെന്ന് ആസ്വദിക്കുന്നു. കാശ്മീരിലെ പെൺകുട്ടിക്ക് ഇങ്ങ് കേരളത്തിലെ പയ്യനെ കല്യാണം കഴിക്കാം, ഇങ്ങ് കേരളത്തിലെ ഒരു പയ്യന് കാശ്മീരി പെൺകുട്ടിയെയും കല്യാണം കഴിക്കാം. അവിടെ ഇന്ന് സ്വത്ത് വാങ്ങാം, വീട് വയ്ക്കാം, കടയുണ്ടാക്കാം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കൊല്ലമായിട്ടും 1073 കൊല്ലമായിട്ടും അവിടെ സാധിച്ചിരുന്നോ ഇതൊക്കെ? ഇല്ലല്ലോ. ഇന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ ആഹ്ലാദചിത്തരാണ്, അവർക്ക് സന്തോഷമാണ്. പക്ഷെ സന്തോഷമില്ലാത്തത് ഇങ്ങ് കേരളത്തിലെ കുറച്ച് സുഡാപ്പികൾക്കും ഇതേപോലെ ബാസുരേന്ദ്രന്മാർക്കുമാണ് ഇപ്പോഴും സ്വസ്ഥതയില്ലാത്തത്. കാശ്മീരിൽ എന്ത് അവകാശമാണ് കവർന്നെടുത്തത് മോദി? അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജുമുഅ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ?
അവരുടെ വോട്ടവകാശം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും അവിടെ നടപ്പാക്കി തുടങ്ങി. കാശ്മീരിൽ ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ജൻധൻ യോജന, ഇങ്ങനെ എല്ലാം ഇതുവരെ ഇല്ലാത്ത എല്ലാ സൗകര്യങ്ങളും കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് കിട്ടി. എന്ത് വിവേചനമാണ് ഈ ആർട്ടിക്കിൾ 370 അവിടെ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്? ഒരു മുസൽമാനായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു ഈ ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രത്യേകതമായിട്ട് കിട്ടിയിരുന്നത്? ജുമ 2 ഉണ്ടായിരുന്നോ വെള്ളിയാഴ്ചയിൽ? അതല്ലെങ്കിൽ ഡബിൾ മുസ്ലിം ആയിരുന്നു അവിടെ? ഞാൻ എന്ന മുസ്ലിം, ഈ കേരളത്തിൽ നിൽക്കുന്ന മുസ്ലിമിനും അവിടെ നിൽക്കുന്ന മുസ്ലിമിനും എന്തെങ്കിലും വിവേചനം ഉണ്ടായിട്ടുണ്ടോ ഭാരതത്തിൽ? ഇല്ലല്ലോ. പക്ഷെ അവിടുന്ന് കുറച്ച് ആൾക്കാർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആ പണ്ഡിറ്റുകളുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടില്ല. അപ്പൊ അവിടെ ആർക്കാണ് ദോഷമുണ്ടായത്? കാശ്മീരിൽ ആർക്കാണ് ദോഷമുണ്ടായത്? കാശ്മീരിൽ ഒരു കോറിഡോർ ആയിരുന്നു. എന്തിന്? ഈ പറയുന്ന തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റിവിടാനുള്ള ഒരു കോറിഡോറായിട്ട് പ്രവർത്തിച്ചു. പാകിസ്ഥാനിന്റെ ഒരു പ്രവിശ്യയായിട്ട് കൊണ്ടു നടക്കാൻ കുറെ ആളുകൾ ശ്രമിച്ചു. അത് ഇല്ലാതായി. ഇന്ന് അവിടെ അഭിമാനത്തോട് ഞാൻ ഭാരതീയനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു. വികസനം അങ്ങോട്ടെത്തി. അപ്പോഴാണ് ഇവിടെ കരച്ചിൽ. ഇനി മറ്റൊന്ന്, ശ്രീരാമക്ഷേത്രം ഉയരുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ ഹാ ഹാ, ഇവിടുത്തെ മുസ്ലിങ്ങൾ ഹോ ഹോ. അതെന്താണ് അങ്ങനെ? ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളിൽ കേട്ടോ, ഞാനൊക്കെ ആഹാ തന്നെയാണ്. ക്ഷേത്രം ഉയരണം എന്ന് പറയുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങൾക്ക് എവിടെയും നിസ്കരിക്കാം. ഹിന്ദുവിനെ സംബന്ധിച്ചോളം അത് രാമൻ ജനിച്ച സ്ഥലമാണെങ്കിൽ അവിടെ രാമക്ഷേത്രമാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരാണ്. മക്കയിലെ പോലെ മദീനയെ പോലെ ഒരു പ്രസിദ്ധമായ സ്ഥലമല്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്താ, രാമൻ അവിടെ ജനിച്ചു. രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, രാമക്ഷേത്രത്തിന്റെ അല്ല, ഇനി എന്തു ക്ഷേത്രമട്ടോ, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് മറ്റൊരു മുസൽമാനാണ്, കെ മുഹമ്മദാണ്. അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നു അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരു മുസൽമാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെയൊക്കെ BJP കാരൻ എന്ന് പറയുന്ന തള്ളിക്കളയാം. അദ്ദേഹം BJP കാരനായിരുന്നില്ല. അദ്ദേഹം അത് കണ്ടെത്തിയപ്പോഴും BJP ഭരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ മുസ്ലിങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുന്നു, ഇവിടെ രാമക്ഷേത്രം വരട്ടെ, ഈ അയോധ്യ മാറും, അയോധ്യയിൽ പ്രോസ്പെരിറ്റി വരും എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അവരതിനു വേണ്ടി അവിടെ കർസേവകരായിട്ട് അവർ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ഥാപിക്കാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ കല്ലുകൾ കഴുകുന്നു, അവർ പൂജയിൽ പങ്കെടുക്കുന്നു, സ്ത്രീകൾ രാമനെ ആരതി ഒഴിയുന്നു. അപ്പോഴോ ഇവിടെ കേരളത്തിൽ കുറച്ച് സുഡാപ്പികൾ വന്നിട്ട് ഇല്ല ഞങ്ങളത് പൊളിക്കും, ഇനിയും അവിടെ ഞങ്ങൾ നിസ്കരിക്കില്ല. ഇനി അവിടെ ആരും നിസ്കരിക്കാൻ പോകുന്നില്ല. അവിടെ ഒരു നമസ്കാരം നടക്കും. രാമന്റെ മുന്നിൽ പോയി ആളുകൾ നമസ്കരിക്കും. അതവിടെ നടക്കും. മുസ്ലിങ്ങൾക്ക് വേറെ പള്ളിയുണ്ട്, അവിടെ അതും നടക്കും. ഈ സ്വാതന്ത്ര്യദിനം കഴിയുമ്പോൾ നമുക്ക് ചുറ്റുപാട് കേൾക്കുന്നത് ഈ വിളി. ഏറ്റവും കൂടുതൽ ഉരുപൊട്ടി ഒലിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ചാണകസംഖ്യ ആയിക്കോട്ടെ, സത്യം പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ഭാരതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, മോദിജി വന്നിട്ടുണ്ടായ മാറ്റം, UP-യിലെ മുസ്ലിങ്ങൾ അവരുടെ നിലപാടെന്താണ്? എന്തുകൊണ്ടാണ് UP-യിലെ മുസ്ലിം സ്ത്രീകൾ പരസ്യമായി പർദ്ദയിട്ട് വന്നിട്ട് നമ്മുടെ മോദിജിക്ക് ജയ് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ചിന്തിക്കണ്ടേ? എന്തുകൊണ്ടാണ്? കാരണം അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇത്രയും കാലം പരിഹരിക്കപ്പെടാതിരുന്ന മുത്തലാഖ് വിഷയത്തിൽ നാട്ടല്ലോടുകൂടി അദ്ദേഹം ഒരു തീരുമാനമെടുത്തു.
മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആധുനിക വനിതകളും പുരുഷന്മാരും മോദിജിക്കൊപ്പം നിന്നു. അപ്പോൾ ഭാരതത്തിൽ എല്ലായിടത്തും വരുന്ന ഒരു മാറ്റമുണ്ട്, ഒരു ദേശീയ ഐക്യമുണ്ട്. ആ ദേശീയ ഐക്യം ചിലരെ ഭയപ്പെടുത്തുന്നുണ്ട്, അത് സത്യമാണ്. ഒരു ദേശീയ ധാരയിലേക്ക് ക്രിസ്ത്യാനികൾ വരുന്നു. ക്രിസ്ത്യാനികൾ ദേശീയ ധാരയിലേക്ക് വരുന്നു, യാതൊരു സംശയവുമില്ല. ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു. അവർക്ക് ദേശീയ ധാരയിലേക്ക് വരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ദേശീയ ധാരയിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. ചില കന്നം തിരിവുകൾക്ക് ഇത് സാധ്യമല്ല. അങ്ങനെ ഇന്ത്യ സമാധാനമായിട്ട് പോകണ്ട, അങ്ങനെ ഭാരതം സമാധാനമായിട്ട് പോകണ്ട. അപ്പോഴാണ് ഭാരതത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, നെഞ്ചിൽ വെടിയുണ്ട് ഏറ്റുവാങ്ങുന്ന പട്ടാളക്കാരെ കുറിച്ച് ഈ തെമ്മാടിക്കൂട്ടം പറയുന്നത് അവിടെ അവർ ബലാത്സംഗം ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കേരള ഗവൺമെന്റ് ഉണ്ടല്ലോ, അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പട്ടാളക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണ്ടേ? അതിനേരെ നടപടിയെടുക്കാൻ പറ്റുന്ന ആരാ ഉള്ളത്? നമ്മുടെ മന്ത്രിമാരൊക്കെ ഇപ്പൊ സ്വർണത്തിലും സ്വപ്നയിലും ഇങ്ങനെ മുഴുകി കിടക്കുകയല്ലേ, എല്ലാം രാജ്യവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു മന്ത്രി വിശുദ്ധ ഖുർആനും വെച്ചിട്ട് കളിച്ചു. എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ചു. ആസനത്തില് ഈ സ്വർണം ഉരുട്ടിക്കൊണ്ടുവരുന്ന മാതിരി വിശുദ്ധ ഖുർആനും കൊണ്ടുവന്നു പറഞ്ഞാൽ പിന്നെ എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്കൊക്കെ ഇവരൊക്കെ എന്ത് ഇസ്ലാമിന്റെ ആളാണ് ഞാൻ ചോദിക്കുക. ഉളുപ്പുണ്ടെങ്കിൽ ആൾ രാജിവെച്ചിട്ട് പോകണ്ടേ? എന്നിട്ട് സ്വപ്നയുടെ താങ്ങിയിട്ട് ഞാൻ സ്വപ്നയെ വിളിച്ചത് മറ്റേതിനാണ് മറിച്ചതിനാണ്, സ്വപ്നയെ വിളിച്ചത് എന്തിനാണെന്ന് ഈ രാജ്യത്തെ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും പറയും സ്വപ്നയെ വിളിച്ചത് എന്തിനാണെന്ന്. കടത്താനാണ്, സ്വർണം കടത്താൻ എല്ലാവർക്കും അറിയാം. എന്നിട്ട് വൈകുന്നേരം വന്ന് തള്ളു. നിങ്ങൾ എന്നെ സംശയിക്കുകയാണോ എന്നാ ചോദിക്കുന്നത്. കട്ടവന്റെ തലയിലെ പൂടയുണ്ടാവുള്ളൂ, അല്ലാത്തവന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ കുളിച്ചു നിൽക്കുക. ഇപ്പൊ സ്വാഭാവികമായിട്ടും ജിഹാദികൾക്ക് ഏറ്റവും കൂടി വളർക്കൂറുള്ള ഒരു മണ്ണായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ ശക്തമായിട്ട് നേരിട്ടിട്ടില്ലെങ്കിൽ, ഇതിനെതിരെ സകല വിഭാഗം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവരും ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ പലതും ആവർത്തിക്കും. അതിനുള്ള ഒരു കൂട്ടരുകളാണ്. എത്രയോ ടണ്ണ് കണക്കിനോ കിൻഡൽ കണക്കിനോ ഖുർആൻ വന്നു. ഖുർആൻ വന്ന് ടണ്ണ് കണക്കിന് ഖുർആൻ വരേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ പ്രസ്സിൽ ധാരാളം അച്ചടിക്കുന്നുണ്ട്. ഞാൻ കോഴിക്കോട് മൊയ്തീൻ പള്ളിയുടെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കടകളിലും ഖുർആൻ കിട്ടും. അതല്ല, വെറുതെ ഒന്ന് വിളിച്ചാൽ മതി ഇവിടുത്തെ ഈ മതം മാറ്റുന്ന ആൾക്കാരോട്, ഒരു ഖുർആൻ എത്തിക്കാവുമെന്ന് ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം എത്തിക്കും. ഖുർആനുമല്ല, എങ്ങനെ മതം മാറ്റാം എന്നുള്ള പുസ്തകവും എത്തിക്കും. അതിനുള്ള ഇടപാടൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇത് സൗദി അറേബ്യയിൽ നിന്ന് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒരു സർക്കാർ പ്രസ്സിലേക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രസ് കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിലേക്ക് വരുന്നു, ഒന്ന് പൊട്ടിച്ചു. ഇന്ന് അദ്ദേഹം പറയുന്നത്, മന്ത്രി പറയുന്നുണ്ട്, കുറച്ച് അപ്പുറത്തെ മറ്റേ സംഘടനയുടെ ഓഫീസിലുണ്ട്, കുറച്ച് ഇപ്പുറത്തെ ഒക്കെ 2 ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക ഖുർആനൊക്കെ സംഘടിപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ അതല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ഞാനൊക്കെ പെട്ടിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് മന്ത്രിയുടെ. ഇത്രയും ദിവസം ആ പെട്ടി എവിടെയായിരുന്നു? എന്തിനാണ് ഇദ്ദേഹം പെട്ടി എടുത്തുകൊണ്ടുപോയത്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഈ പെട്ടി വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് ആര് പറയുന്നു? കൗൺസിലേറ്റ് പറയുന്നു. അങ്ങനെ രേഖ കൊടുത്തിട്ടില്ല എന്ന് സർക്കാരും പറയുന്നു. ഇത് ഒപ്പിടേണ്ട ആള് ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ വന്നതായിട്ട് അറിവുമില്ല. പിന്നെ ഈ മന്ത്രിക്ക് ഇതൊക്കെ എവിടെന്നാ വന്നത്? സംഗതി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഡാപ്പി സിനിമ പോലെ തന്നെയാണ് ഇപ്പൊ സുഡാപ്പി ഖുർആനും. ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെയായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ പുറകിൽ വേറെ ആയിരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ ഇറങ്ങുന്ന
കാര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതില്ലാണ്ടാവണം. ഇത്തരം നീക്കങ്ങൾ ഇല്ലാണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയണം നമ്മുടെ സമൂഹത്തോട്. അങ്ങനെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മമധർമ്മ എന്ന ബാനർ ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ ബാനർ ഉണ്ടാക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ സിനിമ ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് അതിന്റെ നിർമ്മാതാക്കൾ. വ്യക്തിപരമായിട്ട് പോലും ഞാൻ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ഒ അബ്ദുള്ള വന്നിട്ട് പറയുന്നു എൻ്റെ ഭാര്യയെ ഞാൻ മതം മാറ്റിയിട്ടുണ്ടെന്ന്. ഒ അബ്ദുള്ള ഇത് വലിയൊരു പോസ്റ്റ് ഉണ്ട്, ഞാൻ തെളിയിക്കുന്നു പറഞ്ഞിട്ട്. മതം മാറാത്ത എൻ്റെ ഭാര്യയെ മാറ്റി എന്ന് ആര് കണ്ടുപിടിച്ചിരിക്കുന്നു? ഒ അബ്ദുള്ള. ഒരു കേസ് ഞങ്ങൾ ഫയൽ ചെയ്യാൻ പോവാ. മതം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിന് ഒരു റെസീപ്റ്റ് ഉണ്ടാവും, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ വേണ്ട ഒന്ന് ഒ അബ്ദുള്ള പറയുകയാണെങ്കിൽ ഒരു പിടുത്തം നമുക്ക് പിടിക്കണ്ടേ? അപ്പൊ അങ്ങനെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ മതം മാറ്റുന്നുണ്ട് ഒ അബ്ദുള്ള തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു പിടുത്തം പിടിക്കണമല്ലോ, നമുക്ക് വിടാൻ പറ്റില്ലയോ? ഗവൺമെന്റിനെ പിടിക്കണമല്ലോ നമുക്ക്. ഈ ഗവൺമെന്റ് അറിയാതെ ഇങ്ങനെ മതം മാറ്റം നടക്കുന്നുണ്ട്, എൻ്റെ ഭാര്യനെ വരെ മാറ്റി. എന്താ ദൈവമേ, ഒന്ന് ആലോചിക്കും. ഞാനറിയാതെ എൻ്റെ ഭാര്യ വരെ മതം മാറ്റി. അപ്പൊ ഈ ഒ അബ്ദുള്ളയും ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ മുതലെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഞാൻ സ്നേഹിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഭാര്യനെ അവർ മതം മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ടാർഗറ്റഡ് പേഴ്സണാണ് അലി അക്ബർ. ഇവരെ കണ്ണിലെ കരട. 1921 എന്ന് പറഞ്ഞ സിനിമ വരുമ്പം കണ്ണിലെ കരടിന് പകരം വലിയ കല്ലായിട്ട് മാറും എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ നടക്കരുത് എന്ന് വലിയ പ്രചരണവും നടത്തുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇവർ പറയുന്നു ഈ സിനിമ ഷൂട്ടിംഗ് പോലും സമ്മതിക്കില്ല ഞങ്ങൾ. അന്ന് കലാപം ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ അത് കാണണല്ലോ. അത് നമുക്ക് നമ്മുടെ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കലാപം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണണം. ഇവിടെ 10 സുഡാപ്പികൾ മാത്രമൊന്നുമല്ലല്ലോ ഉള്ളത്. ഈ രാജ്യത്ത് വേറെയും ജനങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന നന്മയുടെ പക്ഷത്തുള്ള ഒരുപാട് ജനങ്ങളുണ്ടല്ലോ. അതല്ല അവർ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഭരണകൂടം പെരുമാറുകയാണെങ്കിൽ അതും നമുക്കറിയണമല്ലോ. കേരളത്തിൽ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സ്പ്രെഡ് കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഷൂട്ടിംഗ് നടക്കില്ല, നടത്തും. കൊക്കിൽ ജീവൻ നടക്കുകയും ചെയ്യും, ഈ സിനിമ പൂർത്തിയാവുകയും ചെയ്യും. അപ്പോ ഇപ്പൊ അലി അക്ബറിനെ എങ്ങനെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് നിൽക്കും. അതിനു വേണ്ടിയാണ് കൊട്ടിപ്പിടിച്ച ശ്രമം. അപ്പൊ ഇത് നമുക്ക് എന്താണ്, ഇതിന്റെ മറുപടി കൊടുത്തേ വെക്കുള്ളൂ. മറുപടി കൃത്യമായിട്ട് കൊടുക്കും. നമ്മൾ അതിന്റെ പ്രവർത്തനത്തിലാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇനി ഒരു സ്പീഡപ്പ് വേണം. നമുക്ക് സമയം കൂടുതലുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ നമ്മളിങ്ങനെ പോവുകയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇനി കുറച്ച് ഗൗരവമായിട്ട് നമ്മൾ 6 മാസം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഈ ടാർഗറ്റിലേക്ക് നമുക്ക് ആഗസ്റ്റിൽ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും 77 പകുതിയായിട്ടുള്ളൂ. നമുക്ക് 1 കോടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് ഗൗരവമായിട്ടെടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചെയ്യാൻ കഴിയില്ല. നമ്മൾ പാൻറ് തയ്ക്കേണ്ട തുണി കൊണ്ട് നമ്മൾ ബർമൂഡ ആക്കേണ്ടി വരും. പാൻറ് തയ്ക്കാൻ തുണി കിട്ടണമെങ്കിൽ പാൻറ് തയ്ക്കണമെങ്കിൽ പാൻറ്റിന് കണക്കാക്കിയുള്ള തുണി കിട്ടണം, അല്ലെങ്കിൽ ബർമൂഡ ആക്കേണ്ടി വരും അല്ലേ? അത്തരം ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമുക്കതിൽ മറച്ചു വെച്ചിട്ടുള്ള സംസാരമൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ പുറകിൽ താഴെ വന്ന് കുറേ ആൾക്കാർ കളിയാക്കും. അതൊന്നും കുഴപ്പമില്ല. ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അതിന് കൂടെ നിൽക്കുക, എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കുക. എന്നും വന്നിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് ഗൗരവമുള്ള പണികൾ എനിക്കുണ്ട്. എല്ലായ്പ്പോഴും വന്ന് നമുക്ക് ഫേസ്ബുക്കിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ വൺലൈൻ ഉണ്ടാക്കണം, എഴുത്തുകുത്തുകൾ നടക്കണം, 100 ചില്ലാനും ആർട്ടിസ്റ്റുകൾ വേണം നമുക്ക്.
അതിന് ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആർട്ടിസ്റ്റിനെ ഏത് ആർട്ടിസ്റ്റിനെ വേണം? നിങ്ങൾ പറയുന്നത് നല്ല വലിയ ആൾക്കാരെ വേണം. വലിയ ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സാമ്പത്തികം വേണം. അപ്പോൾ വലുതാക്കണോ ചെറുതാക്കണോ എന്നുള്ളത് നമുക്ക് വരുന്ന പ്രോജക്റ്റിൻ്റെ നിങ്ങളുടെ സഹകരണത്തിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് വലുതാക്കാനോ ചെറുതാക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാലും ഉണ്ടാവും, ആൾക്കാർ ഉറപ്പാണ്. വലുതാക്കണമെങ്കിൽ നമ്മൾ വലുതായിട്ട് തന്നെ ചിന്തിക്കേണ്ടി വരും. നമ്മളൊക്കെ വലുതായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എല്ലാവരും. അല്ലാതെ നമുക്കിത് വലുതാക്കി എടുക്കാൻ പറ്റില്ല. വലുതാക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കുറച്ചും കൂടി ഉഷാറായി നിന്നാലേ വലുതാക്കി പോകാൻ പറ്റും. അങ്ങനെ വലുതാക്കി പോകണം, വലുതായിട്ട് തന്നെ വരണം. ചെറുതായിട്ട് വന്നാൽ പോരാ. അത് എൻ്റെ മനസ്സാണ്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരു ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാം ഘട്ടം തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറയുന്ന കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ബാധിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഗൗരവത്തോടെ മുന്നോട്ട് പോകണം. ആ ഗൗരവം ഞാൻ എടുക്കുന്ന ഗൗരവം നിങ്ങളും എടുക്കണം. ഇത് എൻ്റെതല്ല പ്രോജക്റ്റ്, ഇത് നിങ്ങളുടെ പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു കാരണക്കാരൻ മാത്രമാണ്. ഞാൻ കാരണക്കാരനായിട്ട് നിൽക്കുന്നതാണ്. ഇതുവരെ വന്ന കണക്ക് ഇനിയിപ്പോൾ നമ്മൾ ചിലവാക്കി തുടങ്ങുകയാണ്. നാളെ മുതൽ നമ്മൾ ഈ നമുക്ക് കിട്ടിയെന്ന് ചിലവാക്കി തുടങ്ങും. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് കുറഞ്ഞു വരും. നമ്മൾ ഉണ്ടാക്കിയിട്ട എമൗണ്ടിൽ ഇനി നമ്മൾ ചിലവാക്കി തുടങ്ങുകയാണ്. മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്, കോസ്റ്റ്യൂം തയ്ക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് താഴോട്ട് വരും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ട് കയറി നിന്നാലേ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി സുഹൃത്തുക്കളൊക്കെ പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് നമുക്ക് സജീവമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ലൈക്ക് വരട്ടെ, ഒത്തിരി ലൈക്ക് വരട്ടെ, ഹാർട്ട് വരട്ടെ. സന്തോഷം. അപ്പോൾ കള്ളപ്പണങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന കള്ളപ്പണമെല്ലാം പുറത്തു കൊണ്ടുവരണം. നമുക്ക് സാധ്യമാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിൽ മതം കലരുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിൽ കള്ളപ്പണം എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ 1 രൂപ പോലും ഇവിടെ കള്ളപ്പണം വരില്ല. പക്ഷേ നമ്മുടെ ഈ സ്റ്റേറ്റ് അതിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സ്റ്റേറ്റ് യഥാവിധി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഹെഡാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂടുന്നത്. സെക്രട്ടറി അല്ലേ, പിണറായി വിജയൻ സഖാവിൻ്റെ കൂടെ നിന്ന നിഴല് പോലെ നിന്ന വ്യക്തിയാണ് ഇതിന് കൂട്ടുനിന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേറ്റിലെ ഇന്റലിജൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അണ്ണാക്കിൽ ചേമ്പായിരുന്നു ഇന്റലിജൻസിന്റെ. എന്ത് ഇന്റലിജൻസ് ഇല്ലേ? ഓരോ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോലീസ് ജീപ്പിൽ കള്ളക്കടത്ത് VCR കൊണ്ടു തന്ന ആളാണ് ഇവിടുത്തെ ഒരു ടോപ്പ് ആള്. ഇതൊക്കെ അന്വേഷിക്കേണ്ട ആള്. അങ്ങനത്തെ ആൾക്കാരാണ് ഓരോ ഹെഡിലും ഇരിക്കുന്നത്. എന്തിനും വേണമെങ്കിൽ കൂടെ നിന്ന് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഫോഴ്സിനെ മാറ്റിയിരിക്കുന്നു. നമ്മുടെ ഫോഴ്സിന് ശക്തിയില്ലാതായിരിക്കുന്നു. അവരൊക്കെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഈ രാജ്യത്തേക്ക് വരുന്ന കള്ളപ്പണം, നജീബ് അബ്ദുള്ള എന്തൊരു ചിരിയാണ്, അണ്ണാക്ക് വരെ കാണാം. നജീബ് അബ്ദുള്ള ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. സ്വർണ്ണക്കടത്തിന് പോയ ആളാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇതുവരെ ഇല്ലാത്ത മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. NIA വന്നതോടുകൂടി പലരും ഇതേപോലെ ഈ വട്ടായിപ്പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ പലരുടെയും നെഞ്ചിടിപ്പ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന പല സുഡാപ്പികളുടെയും നെഞ്ചിൽ നല്ല അമിട്ട് പൊട്ടുന്നവാരി പൊട്ടുന്നുണ്ട്.
നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നുമല്ല ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത്. പല മാന്യന്മാരും ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. വലിയ ശക്തമായിട്ടുള്ളൊരു ലോബിയാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിയെ മതം മാറ്റാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ആ സമൂഹം ഈ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നാലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയെ മതം മാറ്റാൻ ലക്ഷങ്ങൾ മുടക്കാൻ അവർക്ക് വരിക. ഇപ്പം തന്നെ കോഴിക്കോടത്തെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് സോളിഡാരിറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു. ആ പെൺകുട്ടി തൻ്റെ ഇടമായി നിന്ന് കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിന്നതിന് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് സോളിഡാരിറ്റിയാണ്. അപ്പോൾ ഒരു മതം മാറ്റം, എവിടെയോ നടക്കുന്ന ഒരു മതം മാറ്റത്തിൽ ഇടപെടാൻ സോളിഡാരിറ്റി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയല്ലേ, കൂട്ട് കമ്പനിയല്ലേ? ഇതല്ലേ ലവ് ജിഹാദ്? ആ ലവ് ജിഹാദിനെ കുറിച്ച് നമ്മൾ ചാനലുകളിൽ സംസാരിക്കുമ്പോൾ ഇത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്കിത് ഇഷ്ടപ്പെടുന്നില്ല. ഇവർ നമ്മളെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം. എൻ്റെ പേര് മാറ്റണം, എന്നെ മതം മാറ്റണം, എൻ്റെ പേര് മാറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പൊ പകരം എൻ്റെ ഭാര്യേൻ്റെ പേര് ജാസ്മിൻ ആക്കണം പോലും. ഈ ഓപ്തുള്ള പറയും എൻ്റെ ഭാര്യയുടെ പേര് ജാസ്മിൻ ആണെന്ന്. മൂപ്പര് എൻ്റെ പുരയിലിരുന്നു കന്നാലി നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഓപ്തുള്ള. എൻ്റെ വീട്ടിൽ പശുവിനെ ആടിനെയൊക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന ആളാ. ഈ പറയുന്ന എൻ്റെ ഭാര്യയെ മതം മാറ്റാൻ തയ്യാറായിരുന്നെങ്കിൽ വേണ്ടെന്നേ. ലീഗില് അന്ന് ഒന്ന് മൂളിക്കൊടുത്താൽ ലീഗിൽ എത്രയോ പ്രാവശ്യം അന്ന് വിളിച്ചതാ. കോളേജിൽ പഠിക്കുമ്പോൾ വാ ലീഗിൽ വാ. ഞാൻ എവിടെയായിരുന്നു? വേണ്ടെന്ന്. ഈ പറയുന്ന നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന നാക്ക് ഞാൻ ഈ മൊയ്ലിയാമാർക്ക് വേണ്ടിയിട്ട് ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, ഇല്ലേ? അപ്പോൾ ആലോചിക്കും, പണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയോ ഞാൻ രാഷ്ട്രീയത്തിലില്ല. നിങ്ങൾക്ക് അറിയാം, രാഷ്ട്രീയത്തിൽ തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചെറിയൊരു പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. ഒരു നേതാവുമില്ല, ഒരു സ്ഥാനവും വഹിക്കുന്നില്ല, ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുമില്ല. അങ്ങനെയുള്ള എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിന് ഈ പറയുന്ന BJP നിൽക്കുന്നതിനേക്കാളും വലിയ ഗുണം കിട്ടില്ലേ ഈ പറയുന്ന കമ്മികളുടെ കൂടെയോ സുഡാപ്പികളുടെ കൂടെ കൂടിയാൽ? ഇല്ലേ? തെല്ലേ അവന്. ഇപ്പോൾ വാര്യം കുന്നൻ സിനിമയാണ് ഞാൻ എടുക്കുന്നെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്കൊരു 100 കോടിയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ വന്നേനെ. ഈ വാര്യം കുന്നനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു ജിഹാദി സിനിമയായിരുന്നു ഞാൻ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കറിയാം 10 ദിവസം കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് 80 or 100 കോടി രൂപ വന്നുമായിരുന്നു. സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പതിയെ കയറി വരുന്നത്. അസത്യത്തിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തിയേനെ? ഒന്ന് മൂളി കൊടുത്താൽ പോരെ? ഇവർ മനസ്സിലാക്കണം. ഈ സുഡാപ്പികളുടെ മുഴുവൻ ചീത്ത കൂടി കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരുടെ കൂടെ ഞാനൊന്ന് നിന്ന് കൊടുത്താൽ പോരെ? ഒരു നന്മമരമായിരുന്നെങ്കിൽ ഞാൻ എത്ര പടർന്ന് പന്തലിച്ചേനെ. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു നന്മമരമാവാത്തതാണോ കുഴപ്പം? എന്തായാലും ഇല്ല. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഈ കട്ടപ്പാടും ഇതൊക്കെ സഹിച്ചിട്ട് പോയാൽ മതി. പതിയെ കയറിയാൽ മതി. അപ്പോൾ ഈ നമുക്കെതിരെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് 30-32 കൊല്ലം മുമ്പാണ് എൻ്റെ മകൾക്ക് ഞാൻ അശ്വതി എന്ന് പേരിട്ടത്. 32 കൊല്ലം മുമ്പ്. അന്ന് BJP ഇല്ല ഇവിടെ. RSS ഒന്നും എനിക്കറിയില്ല എന്താണെന്ന്. 32 കൊല്ലം മുമ്പ്. അതും മതം മാറ്റിയ ആളാണെന്ന് പറഞ്ഞത്. അബ്ദുള്ള പറഞ്ഞാണെങ്കിൽ എൻ്റെ ഭാര്യ മുസ്ലിമാണ്, എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പോക്കീസ്തരം അശ്വതി എന്ന് പേരിട്ടത്. അമ്പലത്തിൽ പ്രസംഗിക്കാൻ പോയത്, ക്ഷേത്രങ്ങൾ ചുറ്റി നടന്നത്, ഈ സംസ്കാരത്തിൻ്റെ കൂടെ നടന്നത്. BJPയിൽ വന്നിട്ട് 6 കൊല്ലാവുന്നുള്ളൂ. അതിൻ്റെ മുന്നേ മൂത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ. 1985 വരെയും. വയനാട്ടിൽ ചെന്ന് സഖാക്കളോട് ചോദിക്കുക ആരായിരുന്നു അലി അക്ബർ. അവരുടെ കൂടെ നിന്നാൽ ഒട്ടുസ്രാവായിട്ട് നിന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെ നേടാമായിരുന്നു. അതിന് ശ്രമിച്ചിട്ടില്ലല്ലോ ഞാൻ. ഒരു ധർമ്മത്തിൻ്റെ കൂടെയാണ് പോയത്. ആ ധർമ്മത്തിലാണ് കണ്ടല്ലോ നിങ്ങൾ ഒരു പടം അനൗൺസ് ചെയ്തിട്ട്
ഞെക്കി 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 3 മാസം കൊണ്ടാണ് ഈ 75 ലക്ഷം രൂപ വരുന്നത് ഇല്ലേ? ആ ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. മറ്റേ ധർമ്മത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിലോ, ഞാൻ പറഞ്ഞ പോലെ 24 മണിക്കൂർ കൊണ്ട് നന്മ മരങ്ങൾ ഇങ്ങനെ പുഷ്പിച്ച് കായായിപ്പോയനെ. അപ്പോൾ അതൊന്നും വേണ്ട. അലി അക്ബറിന് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സത്യമായിട്ട് തന്നെ പോകണം, അതിൻ്റെ കൂടെ പോകണം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു പിൻബലം മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നുമില്ല. ഇനി ആരും ബലം തന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ആര് തന്നില്ലെങ്കിലും ഞാനിങ്ങനെ ഉണ്ടാവും. ആര് സഹായിച്ചില്ലെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാവും. മരണം വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി എന്ത് പറഞ്ഞാലും ശരി. അപ്പോൾ ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരും. എൻ്റെ കാര്യങ്ങൾ, നമ്മളെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ കണ്ടില്ല, പരിഭവം ഉണ്ടാകുന്ന അലി അക്ബർ എന്തോ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയോ? ഇല്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ്, ആ പണിയിലാണ്. എല്ലാവരും കൂടെ നിൽക്കണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, കൂടെ നിൽക്കണം, സജീവമായിട്ട് നിൽക്കണം. ഓഫീസിൻ്റെ പണി എല്ലാം തീർന്നു. അപ്പം നാളെ മുതൽ ഓഫീസിലാണ് ഡ്യൂട്ടി. അപ്പം കുറേ ദിവസമായി തുടങ്ങിയിട്ട്, എഴുത്തുകുത്ത് തുടങ്ങിയിട്ട് ഒത്തിരി രേഖകൾ പഠിച്ചു. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് കിടക്കുമ്പം ഈ നമ്മുടെ പശ്ചാത്തലം ഒരുക്കാൻ കൂടുതൽ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്നെ ഇരുത്തരുത്. നിങ്ങൾ അതിൻ്റെ ഏറ്റെടുക്കണം. നിങ്ങൾ തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രചാരകരും ഒക്കെ. അതല്ലാതെ എല്ലാം എൻ്റെ തലയിൽ ഇട്ടരുത്. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. നിങ്ങളിതിൻ്റെ പ്രചാരകരും നിങ്ങളിതിൻ്റെ സംഘാടകരുമായിട്ട് മാറണം എൻ്റെ സുഹൃത്തുക്കൾ. ബാക്കി ഇനി 2-3 ദിവസം കൂടുമ്പോഴാണ് വരുന്നത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, 77 കഴിഞ്ഞ് 78 എത്തുന്നു. നമുക്കത് 1 CR പെട്ടെന്ന് എത്തിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ. ജിതേഷ്, ബാബുരാജ്, രഞ്ജിത്ത്, എല്ലാവരും കൂടെ ഉണ്ടാവണം. മോഹൻദാസ്, അനീഷ്, ബിജു മൂവാറ്റുപുഴ. അലിക്കടെ മാൻഡ്രേക്ക് ഇന്നും കേരളത്തിൽ ഇപ്പോഴും മാൻഡ്രേക്ക് എക്കാലവും ഉണ്ടാവും ആ സംഗതി. സുനിൽ, ഹരി, രീതി, ശ്രീധരൻ നായർ, ഗിരീഷ് കൃഷ്ണൻ. കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞാൽ പോരാ, കൂടെ ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞ് കൈ കാണിച്ച് പിന്നെ ഞാൻ കാണുന്നില്ല കേട്ടോ. കൂടെ ഉണ്ടാവണം എല്ലാവരും സജീവമായിട്ട് അവനവൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് ആഞ്ഞ് ശ്രമിക്കുക. വിപിൻ, വിനയൻ, മഞ്ജുല്ലേരി, മനോജ് കുമാർ, രവിജിത്ത്, രവിചന്ദ്രൻ, ബാബുരാജ് കൂടെ ഉണ്ടാവണം. അശ്വതിയുടെ ജഗതിയിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണും. എൻ്റെ സാക്ഷിയുണ്ട്. ഇപ്പം ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. തിരുവനന്തപുരത്ത് ഏതൊക്കെ ക്ഷേത്രത്തിൽ എൻ്റെ പേര് പറഞ്ഞാൽ നക്ഷത്രം ഇങ്ങോട്ട് പറയും. അതൊന്നും അബ്ദുള്ളക്ക് അറിയില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് ക്ഷേത്രത്തിൽ അലി അക്ബർ പോരാടൻ നക്ഷത്രം എന്ന് അപ്പം പറയും. അങ്ങനെ പോയിട്ടുള്ള ഈ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ മാത്രം പള്ളികളിലും പോയിട്ടുണ്ട്. ഈ അബ്ദുള്ളൊക്കെ പറയുമ്പോഴും ഞാൻ മക്കയിൽ പോയിട്ടുള്ളതാണ്, ഉംറ ചെയ്തിട്ടുള്ളതാണ്. അതിനും ബാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എല്ലായിടത്തും പോയിട്ടുണ്ട്. ആരെയും മോശമായിട്ട് ഞാൻ നമസ്തേ ജി, തിരിച്ചു നമസ്തേ ജി ജയശങ്കർ. എല്ലാവരും വാക്ക് തന്നിട്ടേ ഞാൻ കൂടെ നിന്ന്. അതെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. നമുക്കിടയ്ക്ക് കുറേ ആൾക്കാരെ കൊല്ലണ്ടേ. നമ്മൾ ഇപ്പോൾ ഈ രാമായണ മാസത്തിൽ ഇങ്ങനെ ചെയ്യാവോ എന്നാണ് ഒരു മന്ത്രി ചോദിച്ചത്. രാമായണ മാസത്തിലല്ലാതെ രാവണന്മാരെ കൊല്ലാൻ പറ്റുമോ? രാമായണ മാസം എന്ന് പറഞ്ഞത് രാവണനെ ഇല്ലാണ്ടാക്കുന്ന മാസമാണത്. ഈ രാജ്യത്തെ സംസ്കൃതിയെ വിശ്വസിക്കുന്നവരൊക്കെ രാമായണം വായിക്കുമ്പോൾ
രാമൻ്റെ ഇഫക്റ്റ് കൂടിക്കൊണ്ടുവരും. അപ്പം രാവണൻ ചതഞ്ഞ് ചതഞ്ഞ് ഇല്ലാണ്ടാവും. രാവണൻ ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് രാവണന്മാരുണ്ട്. ഈ പോറ്റിമാരുടെ കോണ നോക്കിയ ആളാണ് ഇപ്പം രാമനെയും പിടിച്ചു വന്നിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. രാമായണം വായിക്കുന്ന പുള്ളി ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ തന്ത്രിമാരൊക്കെ തുടിബന്ധിച്ച് നോക്കിയ ആളാണ്. അതേപോലെ അയ്യപ്പൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആള് രാമായണം പൊക്കി പിടിച്ച് വരുന്നു. എന്തൊരു രസമല്ലേ! ഇതൊക്കെ കാണാനൊരു ഭാഗ്യം വേണം. ഈ ഈ ഈ തള്ളി മറിക്കുമ്പോൾ നമുക്ക് ആലോചിച്ച്, ഒരു കൊല്ലം മുമ്പ് നമ്മളെ ഇവിടുത്തെ ശബരിമലയിൽ കാണിച്ച് എന്തായാലും ഈ പഹയന്മാർ വന്നതിന് ശേഷം ഒരു ഓണം നമ്മൾ മര്യാദ കൊണ്ടില്ല അല്ലേ? പൂരം നമ്മൾ കണ്ടില്ല. എന്തൊരു ഗതികെട്ട അവസ്ഥയായിരിക്കും നോക്കൂ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ കേരളം അനുഭവിക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തൊരു നിയോഗമാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഓണം വരുന്നു. മര്യാദക്ക് ഒരുമിച്ചിരുന്ന് ഓണം കൊള്ളാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമ്മൾ മാസ്കിൻ്റെ ഉള്ളിലാണ്. ഒരു ഗതികെട്ട കാലം തന്നെയാണ്, യാതൊരു സംശയമില്ല. കേരള ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട ഒരു സമയം നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കം, വരൾച്ചയ്ക്ക് വരൾച്ച, വീടും ആർക്കില്ല. അതിൻ്റെ ഇടയിൽ ഈ വരുന്ന എന്താണ് ബിസ്ക്കറ്റും ബന്നും അടക്കം കട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, ഈ ദുരിതാശ്വാസത്തിന് വരുന്ന അതുപോലും അവിടെ വരുന്ന ബ്രെഡും അണ്ടർവെയർ വരെ കട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ വേറെ. ഇങ്ങനൊരു കാലഘട്ടം നമുക്കുണ്ടായിട്ടില്ല. എല്ലാവരും കള്ളന്മാർ. നന്മയുടെ പക്ഷത്ത് ആരുമില്ല. ജനങ്ങളുടെ പക്ഷത്ത് ഒരു കുട്ടിയുമില്ല. എല്ലാവരും കൈയിട്ട് വാരുന്ന. ഞങ്ങൾ ഭരണത്തിൽ കയറിയ സരിതീനെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു കാര്യമില്ല. ഇപ്പോൾ ഇനി സരിതയും വന്നു, നമ്മുടെ സ്വപ്നയും വന്നു. ഒക്കെ സായില്ല. ഭാഗ്യം. ഇനി തിരിച്ച് അങ്ങോട്ട് കളിക്കാം. അപ്പം അപ്പുറത്ത് കളിക്കാൻ സരിത, ഇപ്പുറത്ത് കളിക്കാൻ സ്വപ്ന. ഇങ്ങനെ കുറച്ച് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. ഒരു മാറ്റം ഉണ്ടാവുമോ ദൈവത്തിന് അറിയാം. അത് വേറെ കാര്യമില്ല. മാറ്റം ഉണ്ടായാൽ നല്ലത്. പിന്നെ ഒരു ജനത ആഗ്രഹിക്കുന്ന ആൾക്കാരെ കിട്ടുള്ളൂ. ജനങ്ങൾ തീരുമാനിക്കണം. ഒക്കെ മാറും എന്ന് വിചാരിക്കാം നമുക്ക്. ഈ അടുത്ത 5-8 മാസം കഴിഞ്ഞാൽ അടുത്ത വർഷമെങ്കിലും പ്രളയം വരാതെയും രോഗം വരാതെയും ഒക്കെ നമുക്ക് ഒരു ഓണം ഉണ്ണാം എന്ന് ചിന്തിക്കാം. അപ്പം അതിനുള്ള ഒരു പുറപ്പാടായിരിക്കാം. എന്തായാലും സന്തോഷം. കുറേ നേരമായില്ലേ നമ്മളിങ്ങനെ ഇപ്പോൾ പറയും തള്ളലാണെന്ന്. അലി അക്ബർ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ നിങ്ങളും പറയും ആ പഹം വന്ന് 7 മണിക്ക് തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ശിവൻകുട്ടി, അനിൽ, മോഹൻദാസ്, ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ കേരളത്തിൽ ഇത്ര കണ്ട് ഫേസ്ബുക്കിൽ എന്നെ സ്നേഹിച്ച ആളുകൾ വേറെ ഉണ്ടാവില്ല. വേറെ ആരെയും ഇത്ര കണ്ട് എനിക്കറിയില്ല. ഫേസ്ബുക്കിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എനിക്ക് എത്താൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ എന്നെ വിളിക്കുന്നു. ഒരുപാട് അമ്മമാർ വിളിക്കുന്നു. വലിയൊരു സൗഹൃദം നിങ്ങളെനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു വലിയ നേതാവോ ഒന്നും ആയിട്ടല്ല. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു സൗഹൃദം ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ആ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ അംഗീകാരം തന്നതും നിങ്ങൾ സ്നേഹിച്ചതും നിങ്ങൾ സഹായിച്ചതും ഒക്കെ ഒരു വ്യക്തിനെയാണ്. അത് എനിക്ക് തോന്നുന്നു മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത്. ലോകത്ത് മുഴുവനും ഒരുപാട് പേരോട് സംവദിക്കാനും പറ്റി. ഒരുപാട് കഴിഞ്ഞ 3-4 വർഷങ്ങൾ ഒരുപാട് വേദികളിൽ, രാഷ്ട്രീയ പ്രസംഗമല്ല ഞാൻ പറഞ്ഞു, അല്ലാതെ ഒരുപാട് എനിക്ക് സംസാരിക്കാൻ പറ്റി. കുട്ടികളോട് സംസാരിക്കാൻ പറ്റി. അതിനൊക്കെ ഒരു കാരണം ഒരു പക്ഷേ ഫേസ്ബുക്കാണ്. ഞാൻ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചിലവഴിച്ചത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എൻ്റെ സൗഹൃദത്തിൽ വലിയ സഹായം എനിക്ക് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. എന്നെ ഞാനാക്കിയത് നിങ്ങളെ തന്നെ, അല്ലാതെ വേറൊരു
പിൻബലമോ താങ്ങോ വടികളോ എൻ്റെ ചുറ്റുമില്ല. ഒറ്റയ്ക്കാണ് ഞാനും എൻ്റെ ഭാര്യയും ഒറ്റയ്ക്കാണ്. അപ്പോൾ മക്കളില്ല, മക്കൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ബന്ധുമിത്രാദികളായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എനിക്കുണ്ട്. പല സ്ഥലത്തു നിന്നും വിളിക്കും. ഇന്നും വിളിച്ചു. അതൊരു സുഖമാണോ മോനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സൗഹൃദം ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് എനിക്ക്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. മറ്റെന്തിനേക്കാളും വലിയ ഭാഗ്യം എങ്ങനെയാണ് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന നമുക്കുണ്ടാവുക. നിങ്ങൾക്കും അങ്ങനെ വേണം കേട്ടോ. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കൂ, നന്ദു നമ്മൾ 10-12 മണിക്കൂർ കൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരും എത്തിയില്ലേ? അത് നന്ദു നമ്മളോട് കാണിച്ച ആ സ്നേഹത്തിൻ്റെ വിലയാണ്. നമ്മുടെ ഒരാളായി നന്ദു മാറി. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊക്കെ പ്രവർത്തിച്ചു. ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ പ്രവർത്തിച്ചു, നിങ്ങൾ പ്രവർത്തിച്ചു. 10 മണിക്കൂർ കൊണ്ട് നമുക്ക് അതാണ് സൗഹൃദം. ഈ പറയുന്ന ഫേസ്ബുക്കിലെ ആ സൗഹൃദം എന്നും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം, എല്ലാവരോടും ഉണ്ടാവണം കേട്ടോ. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഉണ്ടാവണം, നമ്മളിൽ ആർക്ക് സംഭവിച്ചാലും ഉണ്ടാവും ഈ സൗഹൃദ കൂട്ടായ്മയിൽ. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് തുടങ്ങിയത്. നന്ദുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. നന്ദുവിന് വേണ്ടി ഒരു നിമിഷം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. നന്ദുവിന് വേണ്ടി മാത്രമല്ല, കഷ്ടപ്പെടുന്നവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൗഹൃദത്തിൽ നമ്മളോട് ഒരു അഭ്യർത്ഥന നടത്തിയ ആൾ നന്ദുവാണ്. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. ശരിക്കും ആഗസ്റ്റ് 22-നാണ് 99-ാം വാർഷികം. ഏതിൻ്റെ വാർഷികം എന്നറിയോ? 1921 99-ാം വാർഷികം ആഗസ്റ്റ് 22-നാണ്. ഈ വരുന്ന ഇന്ന് 18, 4 ദിവസം കഴിഞ്ഞാൽ 99-ാം അന്ന് അനുഭവിച്ച ഹൈന്ദവ സമൂഹം അനുഭവിച്ച ദുഃഖത്തിന് തുടക്കം കുറിക്കുന്നത് ആഗസ്റ്റ് 22-നാണ്. ആഗസ്റ്റ് 22-ന് തുടങ്ങിയിട്ട് അടുത്ത വർഷം ജനുവരി, അതായത് ഡിസംബറിലാണ് ഈ കലാപം അവസാനിക്കുന്നത്. കലാപത്തിൻ്റെ നാൾവഴികൾ നമുക്കൊരു ദിവസം ഇരുന്ന് സംസാരിക്കാം. ഞാനിതിൻ്റെ ഒരു കലാപം ആഗസ്റ്റ് മുതൽ അടുത്ത ഡിസംബർ വരെ, ഡിസംബറിലാണ് ഇത് കെട്ടടങ്ങിയത്. ജനുവരിയിലാണ് ഇതിൽ മുഴുവൻ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുന്നത്. ജനുവരിയോട് കൂടിയിട്ടാണ്. ജനുവരിയില്ല, ഫെബ്രുവരിയിലാണ് മുഴുവൻ അവസാനത്തെ ഈ ലഹളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത്. 22 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആഗസ്റ്റ് മുതൽ ഫെബ്രുവരി, പക്ഷേ ഈ ഡിസംബറിലെല്ലാം അവസാനിച്ചിരുന്നു. ഹൈന്ദവർ തിരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് ഡിസംബറിൽ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു നമ്മുടെ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൊണ്ടാണ് 10,000 കണക്കിന് ആളുകൾ അനുഭവിച്ചത്. വെറും 4 മാസം കൊണ്ട്. അതിൽ ആദ്യത്തെ 3 ദിവസം കലാപം തുടങ്ങിയിട്ട് പിന്നീട് ഏകദേശം ഒക്ടോബറിലാണ് ഗൂർഖ പട്ടാളം വരുന്നത്. ഈ ഗൂർഖ പട്ടാളം വരുന്നത് വരെയും ഒരു ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന അവസ്ഥയിൽ ബ്രിട്ടീഷുകാരും അന്ന് ഇവരെ ഉപദ്രവിക്കാനുണ്ടായിരുന്നില്ല. സത്യം അതാണ്. നിരാലംബരായിട്ടുള്ള മനുഷ്യർക്കിടയിലേക്കാണ് ഈ ലഹളക്കാർ ചെന്നത്. മറിച്ച് പിടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഓട്ടമായിരുന്നു. ഓരോ കുടുംബവും ഓടുകയായിരുന്നു. ഇന്ന് ഒരാൾ എനിക്ക് എഴുതി, അന്ന് അനുഭവിച്ച നായന്മാരുടെ എണ്ണം സാറിനറിയാമോ? എത്രമാത്രം നായർ കുടുംബങ്ങളാണ് അനുഭവിച്ചതെന്നറിയാമോ? അന്ന് ചെറിയ കുട്ടികളായിരുന്നവർ ഇപ്പം പ്രായമായിട്ട് അവർക്കെല്ലാ കഥയറിയാം.
അവരെൻ്റെ ഫോണിൽ വിളിച്ച് എന്നോട് പറയുകയാണ്, നന്ദിയുണ്ട്, ഇത് വീണ്ടും ഒന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ ഉണ്ടാവുമോ എന്ന് കരുതിയിരുന്നില്ല. ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത് നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ചെറിയ കുളിർമ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നു. കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര വിഷമം ഉണ്ടാകുമ്പോൾ അനുഭവിച്ചവർക്ക് എത്രമാത്രം വിഷമമുണ്ടായിക്കാണും. അതുകൊണ്ട് ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പലരും ചോദിക്കുന്നുണ്ട്, സാർ ഇതിപ്പോൾ വേണോ? നമ്മൾ ബന്ധങ്ങളൊന്നും ആരും അകറ്റൊന്നും പിടിക്കുന്നൊന്നുമില്ല. പറയാനുള്ളത് പറയും. ഇനി ഇത് ആവർത്തിക്കരുത്. ഒരുമിച്ച് പോകാം. ഞാൻ അതിൽ നല്ല വിശ്വാസമുള്ള ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഞാൻ മരിച്ചു പോയാലും ശരി, എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇനി ഒരിക്കലും വിഭജനത്തിൻ്റെ വേരോടില്ല. എഴുതിയിട്ടു. ഭാരതം അതിൻ്റെ യശസ്സിലേക്ക് തിരിച്ചു വരും. ഭാരതം അതിൻ്റെ സംസ്കൃതിയിലേക്ക് തിരിച്ചു വരും. പൂർണ്ണമായിട്ടും ഭാരതത്തിൻ്റെ സംസ്കൃതി എന്താണോ അവിടേക്ക് കാലം തിരിച്ചു കൊണ്ട് എത്തിക്കുന്ന കാലഘട്ടമാണിത്. എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എൻ്റെ അടുത്ത തലമുറ ആ നന്മ തിരിച്ചറിയും, ആ നന്മ കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എത്ര വിഭജനവാദികൾ ഇവിടെ രാജ്യത്ത് എൻ്റെ വിദേശ പണം കൊണ്ട് വന്നാലും ഈ വിദേശ പണമൊക്കെ നിൽക്കാൻ പോവുക. 4-5 കൊല്ലം കഴിഞ്ഞാൽ പെട്രോൾ ആർക്കും വേണ്ട. പെട്രോൾ ആർക്കും വേണ്ടാത്തൊരു കാലഘട്ടം വരും. പിന്നെ വിദേശത്ത് നിന്ന് എവിടെ നിന്ന് പണം വരാൻ? കാലം കാരണം നമ്മൾ എന്താണ് പറയുന്നല്ലോ, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാക്രികമായിട്ടാണ്. എല്ലാം നശിക്കുന്നിടത്ത് ഞാൻ വരും, വീണ്ടും തിരിച്ചു പിടിക്കും. അതിൻ്റെ കാലഘട്ടമാണിത്. ഭാരതത്തിൻ്റെ ധർമ്മം പരിപോഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഇവിടെ തീവ്രവാദ വേരുകൾ ഒന്നൊന്നായി അറ്റുപോകും. അത്തരക്കാർക്ക് കൊടിയ ശിക്ഷ കിട്ടും, യാതൊരു സംശയമില്ല. ഇപ്പോൾ കളിക്കുന്ന കളി കുറച്ച് ഇനി കൂടുതൽ കളിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം തലവര മാറിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ. തലവര മാറിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ. അതിലെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഈ മാറ്റം ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ആ മാറ്റത്തെ ഉൾക്കൊള്ളും. നമുക്ക് ഒരുമിച്ച് പോകാന്നേ, ഭാരതീയർ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. ഒത്തിരി നേരം സംസാരിച്ചു ഇന്ന്. എല്ലാവർക്കും കൂടെ നിന്ന്, ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിനോദ് മൂർക്കത്തിൽ, മോഹൻദാസ്, വിനയ് പരമേശ്വരൻ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.